ID കാർഡ് അത് മെയിൻ ആണ്. ആ സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്ര കിടന്നൊരുങ്ങിയിട്ട് നമ്മളെ കോളേജിലോട്ട് കയറ്റത്തില്ല. എന്നും നമ്മളെ കാണുന്ന സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ID കാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ പൊക്കൂ എന്ന് പറയും. ഗൈസ്, എനിക്ക് ഇന്ന് പറയാനുള്ളത്, നിങ്ങൾ കിടന്നും ഇരുന്നും കമന്നും ഒക്കെ ഉള്ള പലതരം ഗെറ്റ് റെഡി വിത്ത് മീ എന്റെ അക്കൗണ്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിന്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് ക്രിസ്മസ് പ്രോഗ്രാമാണ്. നമ്മുടെ മുടിയുടെ ഭംഗി എങ്ങനെയുണ്ടെന്ന് പറയണം. വലിയ ചന്തമൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. ആക്ച്വലി നമ്മുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ഈ സുഡാപ്പി ലൈറ്റും കൂടെ സെറ്റ് ആവുന്നില്ല. ഒന്നത് കൊച്ചു വെക്കാൻ കാലത്ത് ഒരുങ്ങുന്നത് കൊണ്ട് തന്നെ റൂമിൽ നല്ല ഇരുട്ടുണ്ട്. ഇത് മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, കാണുന്നില്ല. ഇങ്ങനെ വെച്ചാൽ വീണ്ടും ഇങ്ങനെ ഇരിക്കും. എന്തോ ഇതൊക്കെ നിങ്ങൾ അലക്കണം ഗൈസ്. എൻ്റെ എല്ലാ വിശ്വാസവും ഞാൻ എൻ്റെ ഈ 2 ഹുക്കിൽ അർപ്പിച്ചേക്കുവാണ്. കാരണം ഈ സാധനം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ നാണോ മാനോ എല്ലാം പോകും. സോ നമുക്ക് ഇട്ടിട്ട് വരാം. തന്നിടാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മളുടെ ത്രേനെ നമ്മൾ രംഗത്ത് ഇറക്കണം. അവള് വന്ന് ഇതിന്റെ ഹുക്കൊക്കെ ഇട്ട് ഇതങ്ങോട്ട് കുറച്ച് ഞണ്ടിലുണ്ട് പണിയുണ്ട്. നമ്മൾ ബോയ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ മോയ്സ്ചറൈസർ കുറച്ച് മോയ്സ്ചറൈസർ. ഞാനൊന്ന് മോയ്സ്ചറൈസർ ഇട്ടെ. നമുക്ക് സൺസ്ക്രീൻ എടുത്തിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ കയ്യുടെ കുഴപ്പമാണ്, സമയം ശരിയല്ലാത്തയാണോ അറിയത്തില്ല. എന്തോ കാണിച്ചാലും ഇങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് വരുന്നത്. ആത്മാവിനെ വരെ ഞാൻ ഇങ്ങനെ എടുക്കും. പിന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നത്? ഇതിനടുത്ത് ഇവിടേക്ക് ഇടണം. എൻവൈബിന്റെ ബ്രഷാണ്. ഇതിനകത്ത് താനെ ഇടാം. കുറച്ച് മുഖം നമുക്ക് ഈ അടിയിൽ മാത്രമേ സമർപ്പിക്കുള്ളൂ. അതിലേക്ക് ചോക്കാം. അത് കുറച്ച് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് വാഞ്ഞ് അടക്കി വെക്കത്തില്ല. അതാണ് എൻ്റെ വലിയ കുഴപ്പം.